മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് യാത്രക്കാരെ എത്രത്തോളം വലച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. 15 മിനിറ്റിൽ എത്തേണ്ട ദൂരം മണിക്കൂറുകൾ എടുത്താണ് യാത്രക്കാർ താണ്ടിയത്. താൽക്കാലിക പരിഹാരത്തിനായി തൃശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ചെറുവാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിടുന്നുണ്ട്. കൊടകരയിൽ ഉൾപ്പെടെ വാഹനങ്ങൾക്ക് പോകാൻ പ്രത്യേകം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഹർത്താൽ ദിനത്തിൽ പോലും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലൂടെ ഇങ്ങനെ നടക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ബ്ലോക്ക് ഒന്നുമില്ല എന്ന്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാകും. വിവാഹ ചടങ്ങുകൾക്ക് പോകുന്നവർക്ക് പോലും വരനും സംഘവും നേരത്തെ അവിടെ എത്തി, അതായത് ഒരു ദിവസം മുൻപേ അവിടെ എത്തിയതിനാൽ മാത്രം വിവാഹം നടന്ന സംഭവങ്ങൾ പോലും നമ്മൾ ഈ റോട്ടിൽ കണ്ടു. ഇവിടുത്തെ പ്രശ്നം കാരണം ചെക്കൻ്റെ വീട്ടിൽ തന്നെ അവിടെ പോയി ഹാൾട്ടാണ്. ഇവിടുത്തെ അവസ്ഥ അറിയണോണ്ട് അവരവിടെ ഹാൾട്ടായി നിൽക്കുകയാണ്. പാലക്കാട് നിന്ന് വരുവാന്ന്, ഒരു അത്യാവശ്യ കാര്യത്തിന് ഹോസ്പിറ്റൽ കേസിന് പോവുകയാണ്. ഇത് ആദ്യമായിട്ടല്ല, എൻ്റെ കൊച്ചിൻ്റെ ഒരു ഇന്റർവ്യൂ കാരണത്തിൽ മുടങ്ങിയതാണ്. ദേശീയപാത 66 പോട്ടയ്ക്കും മുരിങ്ങൂരിനും ഇടയിൽ വലിയ ഗതാഗത കുരുക്കാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. തൃശ്ശൂരിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോയ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് കുടുങ്ങിയത്. 15 മിനിറ്റിൽ മാത്രം പിന്നിടേണ്ട ദൂരം പല വാഹനങ്ങളും താണ്ടിയത് മണിക്കൂറുകൾ പിന്നിട്ടാണ്. ബസ്സിൽ യാത്ര ചെയ്തവർ സഞ്ചാരം കാൽനടയാക്കി. ഇത് ഒരു ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ ഒരു 10:30 ആ ചാലക്കുടി അപ്പുറത്തു നിന്നിട്ട് തുടങ്ങിയതാ. മുരിങ്ങൂരിനടുത്ത് തടി കയറ്റി വന്ന വാഹനം മറിഞ്ഞതാണ് ഗതാഗതക്കുരുക്കിന് കാരണമായി അധികൃതർ പറയുന്നത്. എന്നാൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ജോലികൾ വേണ്ട മുന്നൊരുക്കമില്ലാതെ നടത്തുന്നതാണ് ഈ ഗതാഗതക്കുരുക്കിന് കാരണമായി ജനങ്ങൾ പറയുന്നത്. പിന്നീട് ഇന്നത്തെ സ്ഥിതി പോലീസ് ഇടപെട്ട് വഴി തിരിച്ചുവിട്ടാണ് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചത്. മുരിങ്ങൂരിൽ ഡൈവർഷൻ, സ്ഥിരം ഡൈവർഷൻ പോയിന്റ് ലൈറ്റ് വെഹിക്കിൾ, അത് നേരെ കറോറ്റി ഭാഗത്ത് ചെന്ന് ചേരുന്നതാണ്. കൂടാതെ കൊടകരയിൽ നിന്നും അണ്ടർപാസ് വഴി തിരിച്ച് മാള റൂട്ടിൽ അങ്കമാലി അതുപോലെ തന്നെ തനി ഭാഗത്തേക്ക് ഇറാവുന്നൊരു സംവിധാനം. കൂടാതെ കോട്ടയിൽ നിന്ന് അതായത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന എറണാകുളത്ത് വരുന്ന വണ്ടീനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കോട്ടയിൽ നിന്ന് നേരെ ഡൈവർഷൻ അണ്ടർപാസ് വഴി കൊടുത്ത് ആളൂർ വന്നിട്ട് ഈ രണ്ട് സൈഡും ആളൂർ വന്ന് ആളൂർ മാള വഴി നേരെ അങ്കമാലി ഭാഗത്തേക്ക് പോകാനുള്ളൊരു സംവിധാനമാണ്. ആൾട്ടർനേറ്റീവ് നമുക്ക് വേറെ മാർഗ്ഗമില്ലാത്തതാണ്. അത്യാവശ്യക്കാർ ഈ വഴി തന്നെ ഉപയോഗിക്കുന്നതാകും കുറച്ചു കാലത്തേക്ക് ഉചിതം. എത്രയും വേഗം ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട സർവീസ് റോഡുകളുടെ ജോലികൾ പരിഹരിച്ചില്ലെങ്കിൽ യാത്രക്കാർ ഇനിയും ഈ ദുരിതം അനുഭവിക്കേണ്ടി വരും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.